ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്രയുടെ 35ാമത് ഭാഗമാണ് നമുക്ക് ഇന്ന് ഇവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, വനയാത്രയ്ക്ക് വേണ്ടി ലക്ഷ്മണകുമാരൻ സ്വന്തം അമ്മയായിട്ടുള്ള സുമിത്രയ്ക്കരികിലേക്ക് എത്തുന്നതായിട്ടാണ്. ആ അവസരത്തിൽ ഈ ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്രയുടെ കൈ കൗസല്യയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു. എന്നിട്ട് വന്നിച്ചിട്ട് ഞാനിനി വനത്തിലേക്ക് ജ്യേഷ്ഠൻ്റെ ഒന്നിച്ച് പോവുകയാണ് എന്ന് പറയുന്ന ആ ഭാഗത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇനി ഈ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. വേറെ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കലഹമുണ്ടാവില്ല, നമ്മുടെ കുടുംബത്തിൽ സ്വത്തിന് വേണ്ടിയിട്ട് പ്രശ്നമുണ്ടാകില്ല, സമ്പത്തിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ തമ്മിലടി ഉണ്ടാകില്ല. നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരും ഈ ഒരു ഭാഗം മാത്രം പകർത്തിയാൽ തന്നെ. വെറുതെ വായിച്ച് നമ്മളിങ്ങനെ പോകും. അങ്ങനെ പോകുന്നതല്ല ശരി. കൃത്യമായിട്ട് എൻ്റെ അകത്തളങ്ങളിലുള്ള അർത്ഥം മനസ്സിലാക്കണം. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതുകൂടി പറയാം ആദ്യം. എന്താണെന്ന് വെച്ചാൽ, ഈ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ഏതാണ്, അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് പണ്ട് വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ നിരവധി പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാരോടാണ് വിക്രമാദിത്യൻ ചോദിച്ചത്, രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്നുള്ളത്. ആ അവസരത്തിൽ ആ പണ്ഡിതന്മാർക്ക് ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. അങ്ങനെയാണ് അവിടെ വരരുചി കടന്നു വരുന്നത്. ഈ വരരുചി അതിന് ഉത്തരം പറയും എന്നൊരു വിശ്വാസം രാജാവിനുണ്ടായിരുന്നു. രാജാവിനോട് ചോദിച്ചു. രാജാവ് വരരുചിയോട് ചോദിച്ചു, അതിന് ഉത്തരം അറിയുമോ എന്ന്. അപ്പോൾ അതിന് നിശ്ചിത സമയം തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം പോയപ്പോഴാണ് ആ ശ്ലോകവും ആ ഉത്തരവും എല്ലാം അദ്ദേഹത്തിന് ഒരു പക്ഷിയിൽ നിന്നാണ് കിട്ടുന്നത്. കഥ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷി, 2 പക്ഷികൾ തമ്മിലുള്ള സംസാരത്തിനിടയിലാണ് ഈ രാമായണത്തിലെ ശ്ലോകത്തിൻ്റെ ആ ഒരു വാക്യം, മാം വിദ്ധി എന്ന് പറയുന്നൊരു വാക്യം പക്ഷികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ അയോധ്യാടവിം വിദ്ധിം ഗച്ഛതാദായതാ സുഖം. ഇത് വാൽമീകി രാമായണത്തിലെ വരികളാണ്. അതിൻ്റെ അതേ തനി പകർപ്പാണ് നമുക്ക് ഇന്ന് ഈ എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ആ ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷ തന്നെ എഴുത്തച്ഛനും അത് അണ്ണുകിട തെറ്റാതെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു അല്പം പോലും അതിൻ്റെ ഭംഗി ചോർന്നു പോകാതെ. അതെന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നന്നായി അനുഗ്രഹം ചെയ്തു തനയനും പിന്നെയും ഉപദേശവാക്കുമുര ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ. മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. ഏറ്റവും ശ്രേഷ്ഠമായ വരി.
നമ്മളൊക്കെ ചിന്തിച്ചിട്ട് ജീവിതത്തെ പകർത്തുകയാണെങ്കിൽ ഇതിനോളം ശ്രേഷ്ഠമായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. ഒരു ഭഗവത്ഗീതയും വേണ്ട, ഒരു രാമായണവും വേണ്ട, ഒരു പുണ്യഗ്രന്ഥങ്ങളൊന്നും വേണ്ട. ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ പഠിച്ചുള്ളെങ്കിൽ അതിൻ്റെതായ ശ്രേഷ്ഠത, ഈ രാമായണത്തിൻ്റെ ഭഗവത്ഗീതയുടെ എല്ലാ സാരാംശവും ഈ ഒരു ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മഹത്വം. എന്താ അവിടെ പറയുന്നത്? ആ മകനെ ചേർത്ത് പിടിച്ച് നന്നായി അനുഗ്രഹിച്ചു ഈ അമ്മ. ആര്? സുമിത്ര. സുമിത്രയുടെ ആ മനസ്സ് നമ്മുടെ എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് അറിയില്ല. ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പറയാനില്ല. സുമിത്രയെ പോലെയാകണം ഓരോ അമ്മമാരും. എന്തുകൊണ്ടാണ്? ആ യാത്ര ചോദിക്കുന്ന മകൻ, കാരണം മകനോടല്ല വനത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞത് രാമനോടാണ്. വേണമെങ്കിൽ സുമിത്രയ്ക്ക് ചോദിക്കാം, അവനോടല്ലേ പോകാൻ വേണ്ടി പറഞ്ഞത്, പിന്നെ നീ എന്തിനാണ് പോകുന്നത്, നീ അനങ്ങാണ്ട് അവിടെ ഇരിക്കുക എന്ന് പറയാം. സുമിത്ര പറഞ്ഞില്ല. കാരണം മകന്റെ ഇഷ്ടം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. അത് ഒരു കാരണവശാലും ദോഷമല്ല, അത് ശ്രേഷ്ഠമാണെന്ന് സുമിത്ര മനസ്സിലാക്കി. അവിടെ തീരുന്നില്ല. ഏതവസരത്തിലും സന്തത സഹചാരിയായിട്ടാണ് രാമലക്ഷ്മണന്മാരുള്ളത്. അവരെ വേർതിരിക്കാൻ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് സുമിത്രയ്ക്കറിയാം. അതാണ് സുഹൃത്ത് ബന്ധമെന്നും പറയാം, സാഹോദര്യ ബന്ധമെന്നും പറയാം. ഒരമ്മയുടെ വയറ്റല്ല പിറന്നത്, എന്നാലും അവർ ഒരമ്മ പെറ്റ മക്കളെ പോലെയായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ പോകുന്ന മകന് ചെറിയൊരു ഉപദേശം കൊടുക്കുകയാണ്. ഈ ഉപദേശം എന്താണെന്നറിയോ? അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. ഈ ശ്രീരാമചന്ദ്രനായിട്ടുള്ള സഹോദരൻ, അഗ്രജൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനെയാണ് ഇവിടെ അഗ്രജൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ അഗ്രജനായിട്ടുള്ള ഈ ശ്രീരാമനെ പിരിയാതെ എപ്പോഴും നീ സമീപത്ത് നിന്ന് പരിചരിക്കണം എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്ക്. പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് എപ്പോഴും അവനെ ശുശ്രൂഷിക്കാൻ നീ ഉണ്ടാകണം. കാരണം ലക്ഷ്മണനെക്കാളും സ്നേഹം സുമിത്രയ്ക്ക് ആരോടാണ്? ശ്രീരാമനോടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അത്ര കണ്ട് ശ്രദ്ധിക്കാനും കൂടി പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ആ മകനോട് പറയുകയാണ് ശ്രീരാമന്റെ ആ മഹത്വം. കാരണം ജന്മം കൊണ്ട് മാത്രം ഒരാൾ മകനാവണമെന്നില്ല, കർമ്മം കൊണ്ടാണ് മകനാകേണ്ടത്. ഇവിടെ കൈകേയി അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ശ്രീരാമചന്ദ്രന് കൗസല്യയെക്കാളും സ്നേഹമാണ് എന്നോട് എന്നുള്ളത്. അങ്ങനൊരു വാക്ക് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ആ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കൈകേയിക്ക് രാമനെ തള്ളിപ്പറയാൻ വലിയൊരു മടിയുണ്ട്. കാരണം അത്രയേറെ സ്നേഹമാണ് എന്നോട്, ഭരതനേക്കാളും സ്നേഹം ശ്രീരാമനോടാണ് എന്നും പറയുന്നുണ്ട്. ഇവിടെയും സുമിത്ര പറയുന്നത് വെച്ചാൽ ആ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ലക്ഷ്മണനേക്കാളും സ്നേഹം ശ്രീരാമനോടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ശ്രീരാമനോട് പറയുന്നത്, മോൻ അനിയനാണ്, ശ്രദ്ധിക്കണേ, നിന്റെ ഒന്നിച്ചാണ് വരുന്നത് എന്നേ നമ്മൾ പറയില്ലു. എന്നാൽ ഈ അനുജനായിട്ടുള്ള സ്വന്തം മകനോട് സുമിത്ര പറയുന്നത്, നീ ജ്യേഷ്ഠനെ പരിചരിച്ച് എപ്പോഴും ഒന്നിച്ചെന്നെ ഉണ്ടാവണം കേട്ടോ. എത്ര നല്ല വാക്കാണ് പറയുന്നത്. തൻ്റെ മകനേക്കാളും പ്രാധാന്യം കൊടുത്തത് ആർക്കാ? ഈ പറയുന്ന രാമനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് എന്താ പറയുന്നത്? രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. രാമൻ ആരാണെന്നറിയോ? അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ട് വേണം എപ്പോഴും പെരുമാറാൻ. ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ, മാസങ്ങളുടെ ഒന്നും വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെ വ്യത്യാസമില്ല. ജ്യേഷ്ഠാനുജന്മാരാണ്. പക്ഷേ നീ ആ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ട് വേണം പെരുമാറാൻ. അപ്പം അച്ഛനോട് നമ്മൾ തർക്കുത്തരം പറയാൻ പാടില്ല, അച്ഛനോട് സ്നേഹത്തോടെ പെരുമാറാൻ പാടുള്ളൂ. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അടിപിടി കൂടും കലഹൊക്കെ ഉണ്ടാവും, പക്ഷേ അച്ഛനോട് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അപ്പം അച്ഛൻ്റെ ചാരത്ത് എപ്പോഴും മക്കൾ ഉണ്ടാവണം, അച്ഛനെ ശുശ്രൂഷിക്കാൻ. അപ്പോൾ അച്ഛൻ പറയുന്ന വാക്ക് വേദവാക്യമാവണം. കാരണം അച്ഛൻ പറയുന്ന വാക്ക് വേദവാക്യമായതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ ദശരഥനെ പോലെ നീ രാമനെ കാണണം. രാമൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നീ നടത്തി കൊടുക്കാൻ നീ തയ്യാറാകണം. അതാണ് നീ ചെയ്യേണ്ടത്.
എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ. ശ്രീരാമന്റെ ഭാര്യ ഒന്നിച്ചുണ്ടല്ലോ, സീതയല്ലേ. ആ ജനകജയെ, ജനകന്റെ മകളായതുകൊണ്ടാണ് ജാനകി അല്ലെങ്കിൽ ജനകജ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ ജനകജയായിട്ടുള്ള സീതയെ ഞാനാണെന്ന് കരുതി നീ എപ്പോഴും ഒന്നിച്ചുണ്ടാവണം. ആരാണ്? സുമിത്ര തന്നെയാണ്. അമ്മയായിട്ട് കരുതണം. നീ അമ്മയായിട്ട് കരുതിയിട്ട് ഒന്നിച്ചെപ്പോഴും ഉണ്ടാകണം. കാരണം എന്താ? അമ്മയോട് ഒരിക്കലും ഒരു മക്കളും മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ഇന്നത്തെ കാര്യമില്ല. ഇന്ന് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പുറത്ത് താളം പിടിക്കുന്ന മക്കളുണ്ട്. അതല്ല, ശ്രേഷ്ഠമായ ഒരാളാണെങ്കിൽ അമ്മയെ ദൈവത്തിന് തുല്യമായി കാണും. ഇവിടെ അമ്മയ്ക്ക് വളരെയേറെ മഹത്വമുണ്ട്. അമ്മയുടെ മഹത്വം എന്ന് വെച്ചാൽ അമ്മയില്ലാത്തതായിട്ട് ഭൂമിയിൽ ഒന്നിനുമില്ല. എല്ലാത്തിൻ്റെയും ഉറവിടം അമ്മയാണ്. അമ്മയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ മലയാള അക്ഷരം നോക്കൂ. 2 അക്ഷരമാണ് മലയാളത്തിലുള്ളത്. മലയാളത്തിലുള്ള 2 അക്ഷരമാണ് അമ്മ എന്ന വാക്കിലുള്ളത്, അല്ലേ? ആയും മായും. എന്താ ഇതിൻ്റെ പ്രത്യേകത? മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ആ, അവസാനത്തെ അക്ഷരം ഏതാണ്? മ. മറ്റുള്ള അക്ഷരങ്ങളല്ല പറഞ്ഞത്. കൃത്യമായിട്ട് വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അക്ഷരമാണ് മ. അപ്പോൾ ഈ മായും ആയും ആദ്യത്തതും അവസാനത്തെയും അക്ഷരമാണ്. പ പ പ പ മ. അവിടെ തീർന്നു. അപ്പം ആ 2 അക്ഷരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആരംഭവും അവസാനവും. നിങ്ങൾ എവിടുന്ന് തുടങ്ങി എവിടെ പോകുന്നു, എല്ലായിടത്തും അതെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്, അമ്മയ്ക്കുള്ളിലാണ് എല്ലാം. അമ്മയില്ലാത്തതായിട്ടൊരു ലോകമില്ല. അമ്മയില്ലാതെ ഒരു കുട്ടിയും ഉണ്ടാകില്ല, ഒരു ജീവജാലവും ഉണ്ടാകില്ല. അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മഹത്വം നമ്മൾ അറിയാത്തതായിട്ട് ഒന്നുമില്ല. എവിടെ നിന്നൊക്കെ കിട്ടുന്നു അതൊക്കെ ഒരു അമ്മയുടെ സ്നേഹമായി കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ അമ്മയെ എന്തായി കാണണം? ഈ പറഞ്ഞ ജനകജയെ അമ്മയായിട്ട് ഞാനാണ് എന്ന് കരുതണം. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ജനകജയോട് ഒരിക്കലും അവൻ മോശമായിട്ട് പെരുമാറാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾ, ചേട്ടൻ്റെ ഭാര്യയെ നമ്മൾ ചേട്ടത്തി അമ്മയായിട്ടാണ് കാണുന്നത്, ചേട്ടൻ്റെ ഭാര്യയെ. അപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് കാണണമെന്ന് പറയാൻ കാരണം വെച്ചാൽ നാളെ ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവൻ വിളിക്കുന്നതും ചേട്ടത്തി അമ്മയെ എന്നാണ്. അപ്പോൾ അത്ര മഹത്വമാണ് ആ ഒരു സ്ഥാനം കൊണ്ട് കൽപ്പിക്കുന്നത്. അപ്പോൾ സീത ലക്ഷ്മണൻ്റെ ചേട്ടത്തി അമ്മയാണ്. ഇവിടെ സുമിത്രയായിട്ട് തന്നെ കരുതണം എന്നിവിടെ പറയുന്നു. എന്ന് വെച്ചാൽ അത്രയും ശ്രേഷ്ഠതയോടുകൂടി നീ കരുതി അവരെ പരിചരിക്കണം. അമ്മയ്ക്ക് നൽകുന്ന പരിചരണവും സ്നേഹവും എല്ലാ കാര്യങ്ങളും സംരക്ഷണവും എല്ലാം നീ ആർക്ക് കൊടുക്കണം? ചേട്ടത്തി അമ്മയ്ക്ക് കൊടുക്കണം. തീർന്നില്ല. പിന്നെ പറയുന്ന അയോധ്യയെ നീ ഇപ്പം കാട്ടിലേക്കാണ് പോകുന്നത്. ആ കാട് അയോധ്യയെ എന്ന് മനസ്സിലാക്കിയിട്ട് വിചാരിക്കണം. ഞാൻ അയോധ്യയിലാണുള്ളത്. അപ്പോൾ അയോധ്യയിലാണ് ഞാനുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ അന്യമായി തോന്നില്ല. എൻ്റെ വീട്ടിലുള്ളത് പോലെ നീ ഇവിടെയും പെരുമാറിക്കോളൂ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും പോകാനും വരാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. കാരണം എൻ്റെ വീട് പോലെയല്ലേ എന്ന് മാത്രമല്ല, ആ വീട്ടിൽ പെരുമാറുന്ന പോലെ തന്നെ എല്ലാ വിധത്തിലും അവിടെ പെരുമാറണം. അതിനെ കാണണം, ഒന്നും മോശമായി കാണരുത്. എൻ്റെ വീട്ടിലെ എല്ലാ വസ്തുക്കളും എനിക്ക് നല്ലതാണ്, ഒന്നും മോശമില്ല. അപ്പോൾ അതുപോലെ ഈ അയോധ്യയിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലതാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. അതുപോലെ വനത്തിൽ നീ അടന്ന് കാണുന്ന കല്ലും മുള്ളുമായ പോലും അത് ശ്രേഷ്ഠമായിട്ട് കാണണം എന്ന് പറയുന്നു. ഈ ഒരു തത്വം നമ്മൾ കുടുംബത്തിൽ അങ്ങോട്ട് പകർത്തുന്നിരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി കുടുംബത്തിലെ പുരുഷൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തത്വമാണിത്. ആ കുടുംബം സ്വർഗമാക്കാൻ ഈ ഒരു തത്വം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താണ്? മോളെ, നീ കയറി ചെല്ലുന്ന വീട്, അവിടുത്തെ അച്ഛനുണ്ടല്ലോ, അത് മോള് അച്ഛനെ പോലെ തന്നെ കരുതണം. അവിടുത്തെ അമ്മയാണ് ഇനി മുതൽ നിന്റെ അമ്മ. കാരണം ഇനി ജീവിതകാലം മുഴുവൻ നീ കഴിയേണ്ടത് അവിടെയാണ്. അതുകൊണ്ട് ഈ വീട് പോലെ തന്നെ നീ ആ വീട് കരുതണം. ഈ വീട്ടിലുള്ള ഐശ്വര്യം നീയാണ്, അതേപോലെ നീ ആ വീടിൻ്റെ ഐശ്വര്യമായി തീരണം. അവിടുത്തെ അമ്മ ഞാൻ തന്നെയാണ് എന്ന ഭാവത്തിൽ നീ അവരോട് പെരുമാറണം. അവിടുത്തെ കുടുംബാംഗങ്ങൾ ഓരോ ആൾക്കാരും നിന്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ നീ കണക്കാക്കണം. അവിടുന്ന് അവരെന്തെങ്കിലും കുത്തുവാക്കോ പ്രശ്നങ്ങളോ പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ അമ്മ പറയുന്നതായിട്ട് നീ കണക്കാക്കണം. അതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതാണ് നമ്മൾ വേണ്ടത്. അത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് പോയതിൻ്റെ 4-ാം ദിവസം തന്നെ അടിയും പിടിയും ബഹളവുമായിട്ട് ഭർത്താവിനെ ഇവിടെ കണ്ണീരും ഇതാക്കി വാരി കെട്ടിയിട്ട് പോകുന്നത്.
എല്ലാം വാരി കെട്ടിയിട്ട് അവർ സ്വന്തം വീട്ടിലേക്ക് പോകുന്നില്ലേ? രണ്ടാളും രണ്ട് വഴിക്ക് പോകുന്നില്ലേ? ഡൈവേഴ്സ് ആവുന്നില്ലേ? ഇതിൻ്റെ എല്ലാം പ്രധാന കാര്യം വെച്ചാൽ ഈ കൃത്യമായിട്ടൊരു ഉപദേശം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കാത്തതിൻ്റെതാണ് എന്നാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇത് പുരുഷന്റെ അടുത്തും ആ കല്യാണ വേളയിൽ അല്ലെ വിവാഹ വേളയിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്താണ് പറയേണ്ടത്? ആ വിവാഹ വേളയിൽ പറയുന്നൊരു കാര്യം വെച്ചാൽ പുരുഷനോട് പറയുന്നത്, നിന്നെ ആശ്രയിച്ചിട്ടാണ് ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. ഇനി ഈ അവളുടെ ദുഃഖത്തിന് ഒരു കാരണവശാലും എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഈ കുടുംബത്തിൽ അവൾ ഇത്രയും കാലം ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ നിന്നല്ല അവർ പുതിയൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ആ വീട്ടിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന വിധത്തിൽ ആ പുരുഷനെയും ഓർമ്മിപ്പിക്കണം. ഈ ഒരു കാര്യം രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടെ നിരൂപിച്ചു കൊള്ളണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. വെളിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട്. ആ വെളിയിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട് പോലെ തന്നെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളെയും കാണേണ്ട മക്കളെ. കാരണം നിങ്ങൾ പല വേസ്റ്റ് സാധനം എന്തെങ്കിലും ഉപയോഗിച്ച് അങ്ങനെ വലിച്ച് ചാടരുത്. ഇങ്ങനെ വലിച്ച് എവിടെയെങ്കിലും കളഞ്ഞ് റോഡ് വക്കിൽ കളയരുത്, മറ്റു സ്ഥലത്തും കളയരുത്. എന്ത് വേണം? ആ സാധനം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു ഒരു പഴത്തൊലി ഉണ്ട്, നമ്മളെന്ത് ചെയ്യും? നമ്മൾ വീടിൻ്റെ അകത്തങ്ങ് വലിച്ച് അങ്ങോട്ട് എറിയോ? ഇല്ല, നമ്മളതൊരു വേസ്റ്റ് പാത്രത്തിലിടും. അപ്പോൾ ആ ഭൂമിയിലുള്ള എല്ലാ സ്ഥലവും നമ്മുടെ വീട് പോലെ നമ്മൾ പരിശുദ്ധിയോടുകൂടി കണക്കാക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുന്നിരിക്കട്ടെ, ഒരൊറ്റ കച്ചറ നമ്മുടെ ഭൂമിയിൽ എവിടെയും കാണില്ല. അവരെല്ലാം കൃത്യമായ രീതിയിൽ അവർ സംസ്കരിക്കണം. ഇത് ശീലം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ചുറ്റുമുള്ള ആൾക്കാരിൽ പ്രായം കൂടിയ ആൾക്കാരല്ല നിന്റെ അച്ഛനെ പോലെ കരുതണം. സ്ത്രീകളെ നിന്റെ അമ്മയെപ്പോലെ കരുതണം എന്ന് പറഞ്ഞാൽ പീഡനം ഉണ്ടാകുമോ? കൊള്ളിവെപ്പും ഉണ്ടാകുമോ? ഇത് നമ്മൾ പഠിപ്പിക്കണ്ടേ? നമ്മുടെ കുട്ടികളെങ്കിലും അത് ജീവിതത്തിൽ പകർത്തേണ്ടേ? അപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിന് പകരം അവരെയൊക്കെ നിന്റെ അച്ഛനെ പോലെ നീ കാണണം. സ്ത്രീകളെ അമ്മയെപ്പോലെ കരുതണം. ഇത് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അച്ഛനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നീ ഓടിപ്പോയി അവരെ സഹായിക്കില്ലേ? വഴിവെക്കൽ കിടക്കുന്നത് ഒരു രോഗിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അവരെ നിന്റെ സഹോദരനെ പോലെ കാണണം, രാമനെ പോലെ കണ്ട് നീ അവരെ സഹായിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകം എത്ര സുന്ദരമായി എന്ന് മനസ്സിലാക്കൂ. രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാവ്യമായ ശ്ലോകമായി തീരാൻ ഇത് വളരെയേറെ പ്രാധാന്യമുണ്ടാകാൻ കാരണവും ഇത് തന്നെയാണ്. അതിനുശേഷം മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈകൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. ഇവിടെ ആ അമ്മയുടെ വാക്കുകൾ ശിരസ ഏറ്റു. ഞാനത് അതുപോലെ ചെയ്തോളാം അമ്മേ എന്ന് ഈ സുമിത്ര തനയനായ ലക്ഷ്മണൻ പറയുന്നു. ആദരവോടുകൂടി അമ്മയുടെ പാദ നമസ്കാരം ചെയ്തിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് രാമൻ്റെ അരികിലേക്ക് പോയി. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ രാഘവനും സീതാദേവിയും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇവിടെ സീതാദേവിയെ കൂട്ടിയില്ലെങ്കിൽ അവിടെ പ്രശ്നം പലതും നടക്കും. കാരണം സീത അത്ര കണ്ട് ഭീഷണി മുഴക്കിയിട്ടുണ്ട്, നമുക്ക് മുന്നേ മനസ്സിലായി. ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞ്. ഇന്നത്തെ സ്ത്രീകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. മരിച്ചു കളയുമെന്ന് പറയും, അതിനു മുമ്പ് പലതും അവർ ചെയ്യും. കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒരു തുണിയും ഇതൊക്കെ വാരിക്കെട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകും. ഇല്ലേ? നിങ്ങൾ എനിക്ക് ഇന്ന സാധനം വാങ്ങിച്ചു തന്നിട്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയെന്ന്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്നോളും, നിങ്ങളെ പ്രതിനിധി എനിക്ക് എന്താ കാര്യം എന്ന് പറയുന്ന കാലഘട്ടമാണ്. അപ്പോൾ സീതാദേവി വാശിയിലൂടെയാണ് ഇവരപ്പുറം പോകുന്നത്. ലക്ഷ്മണൻ ഒരു സഹായിയായിട്ട് അമ്മയുടെ വാക്കുകൾ ശിരസ ധരിച്ചും കൊണ്ട് അവരോടൊന്നിച്ച് പോകുന്നു. അങ്ങനെ അവിടെ രാഘവൻ്റെ അരികിലേക്ക് എത്തുന്ന സമയത്ത് ഇവർ എല്ലാവരും 3 ആൾക്കാർ കൂടി ഒന്നിച്ച് ഇനി എവിടെ വേണം? അച്ഛനായിട്ടുള്ള ജനകൻ്റെ അരികിൽ പോയിട്ട് യാത്ര ചോദിക്കണം. ബാക്കി എല്ലാവരോടുമായി
അപ്പം അതിനു വേണ്ടി പോകുന്ന അവസരത്തിലാണ് ജനങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. എന്തിനാ ജനങ്ങൾ വന്നത്? അവരൊക്കെ വന്നത് ശ്രീരാമൻ്റെ അഭിഷേകം കാണാൻ വേണ്ടി വന്നതാ. പക്ഷേ അവരെല്ലാം ദുഃഖത്തിലാണ്. അവരാകെ മാനസികമായിട്ട് ദുഃഖത്തിലായിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വനത്തിലേക്ക് പോകുന്നു, അഭിഷേകം കാണാൻ വേണ്ടി വന്നു. പക്ഷെ രാമൻ നമ്മളെയൊക്കെ വിട്ടു പോവുകയാണ് എന്നുള്ള ആ ഒരു വിഷമം അത് വല്ലാതെ എല്ലാവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. പലരും കരയുന്നു, പലരും സങ്കടത്താൽ കണ്ണുനീരിങ്ങി മുഖം വീർത്തിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിലെ ഒരു അംഗം പിരിഞ്ഞു പോകുന്നത് പോലെയാണ് അവിടുത്തെ ജനങ്ങൾക്കെല്ലാവർക്കും തോന്നുന്നത്. കൂടപ്പിറപ്പ് എന്നേക്കുമായി വിട്ടുപോകുന്നു. ഒരു മരണ തുല്യമായിട്ടുള്ളൊരു അന്തരീക്ഷം അതാണ് അവിടെ കാണുന്നത്. ഇനി പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദപി രാമനാത്മാരാമൻ അംബുജാലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണേ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണേ സഹായവും കൂടാതെ ശാർക്കര കണ്ടക നിമോനദായുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധ പദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പ്രത്യീശ ചിത്തം കഠോരമത്രേ തുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരില്ലാർക്കുമില്ലിന്നലെയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യോന്യം കേകയപുത്രിക്കു രണ്ടു വരം നിപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നതീനു വനത്തിനു വരദനും വാഴ്ന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടും സാമോദമേവം അരുൾ ചെയ്തന്നേരം എന്നിട്ട് പറയുകയാണ് ഇന്നലെ വരെ ഈ ദശരഥനോളം മകനോട് വാത്സല്യം രാമനോട് വാത്സല്യമില്ല അല്ലെങ്കിൽ മക്കളോട് വാത്സല്യമുള്ള ഒരു അച്ഛൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ വരെ അത്ര ഗംഭീരമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ദശരഥൻ ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം? അത്ഭുതമാണ്. ഒരിക്കലും അങ്ങനെ ദശരഥൻ ചെയ്യില്ല. കാരണം എന്താ? അത്രയേറെ സ്നേഹമാണ് രാമനോട്. ആ രാമനാണ് കൊട്ടും കുരവിയും എല്ലാം കൊണ്ടാണ് ഒരു രാമന്റെ ഗൃഹത്തിൽ നിന്ന് ദശരഥന്റെ കൊട്ടാരത്തിലേക്കോ അല്ലെങ്കിൽ കൗസല്യയുടെ അടുത്തേക്കോ എവിടെയൊക്കെ പോകണമെങ്കിൽ രഥത്തിലാണ് പോവുക. അതിന് അകമ്പടിയായിട്ട് നിരവധി ആൾക്കാരുണ്ടാകും. കൊട്ടും കുരവിയും പുല്ലാങ്കുഴലും ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു ആഹ്ലാദത്തോടു കൂടിയാണ് പോകുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ ദുഃഖം നിഴലിക്കുന്ന അന്തരീക്ഷത്തിൽ കാൽനടയായിട്ട് അവർ നടന്നു പോകുന്നു. രഥമില്ല, അകമ്പടിക്കാരില്ല.
സേവിക്കാൻ വേണ്ടി മറ്റാരുമില്ല. വളരെ മന്ദഗതിയിൽ ഒരു കാറ്റ് പോകുന്നത് പോലെ ഇങ്ങനെ 3 പേരും മന്ദം നടന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നു. അതാണ് എല്ലാവർക്കും വളരെയേറെ മാനസികമായ പ്രയാസം ഉണ്ടാക്കിയത്. രഥത്തിലല്ല പോകുന്നത്, അവർ കാൽനടയായിട്ടാണ് പോകുന്നത്. അതാണ് ചോദിക്കുന്നത്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദശരഥന്റെ സ്നേഹം മുഴുവൻ കപടമായിരുന്നോ? ഇന്നത് എവിടെ പോയി? രാമന് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയാത്ത ദശരഥന് ഇപ്പോഴിങ്ങനെ തോന്നുവാൻ എന്താണ് കാരണം എന്ന വിധത്തിൽ ഓരോ ആൾക്കാരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ദശരഥന് തോന്നണമെങ്കിൽ ദശരഥന്റെ ഹൃദയം കഠോരമായിരിക്കണം, കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചത് വജ്രം പോലെ ഉരുക്കുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനെന്താണ് കാരണം ഇങ്ങനെ ഉണ്ടാകാൻ എന്നിങ്ങനെ പറയുന്നു. അപ്പോഴാണ് അതിൽ അവർ അറിയുന്ന ആൾക്കാർ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതൊന്നുമല്ല കാരണം. ദശരഥന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ കൈകേയി എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയാണ് ഇതിനെല്ലാം കാരണം. അവരാവശ്യമില്ലാതെ പണ്ടെപ്പോഴോ കൊടുത്ത വരം ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് 2 വരത്തിന്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഇപ്പോൾ ആ അച്ഛൻ്റെ ആ വിഷമം ഇല്ലാതാക്കാൻ വേണ്ടി മകൻ പോകുന്നതാണ്. ഇത് ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. 4 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ നാട്ടിലെ വിശേഷമാണ് നമ്മൾ ചർച്ച ചെയ്യുക. അത് മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് പറയുക, നല്ലത് പറയാറില്ല. അവൻ വളരെ നല്ലവനാണ്, അവൻ നല്ല ഉയർന്ന തലത്തെത്തി, അവൻ്റെ സ്വഭാവ മഹിമ കൊണ്ടാണ് അവൻ അങ്ങനെ ആയത് എന്നല്ല പറയുന്നത്. അവരുടെ ഏതെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ആകാംക്ഷയോടുകൂടി ആർത്തിയോടുകൂടി കേൾക്കാനും പറയാനുമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. എന്നാൽ ഇവിടെ ദശരഥൻ്റെ കുറ്റവുമാണ് പറയുന്നത്. എന്നാൽ രാമനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ആ അവസരത്തിൽ കൈകേയിയും കുറ്റപ്പെടുത്തുന്നു. പിന്നീട് എല്ലാവരും പലതരത്തിലും പല സ്ഥലത്തും ഇങ്ങനെ സംഭാഷണങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഈ ജനങ്ങൾ തന്നെ പറയുന്നു, രാമൻ വനത്തിന് പോകുകയാണെങ്കിൽ നമ്മൾ എന്തിനിവിടെ നിൽക്കണം? രാമനില്ലാത്ത അയോധ്യ എന്ന് പറഞ്ഞാൽ വനത്തിന് തുല്യമാണ്, മരുഭൂമിക്ക് തുല്യമാണ്, വെള്ളമില്ലാത്തത് പോലെയാണ്, ഭക്ഷണമില്ലാത്തത് പോലെയാണ്. രാമനുണ്ടെങ്കിൽ ആ രാമൻ്റെ ആ ദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ മതി, എത്ര ഒരു ആനന്ദമാണെന്ന്. ഒരു ദിവസം മുഴുവൻ തന്നെ അതിൻ്റെ ആ ഇതിലേക്ക് അങ്ങ് ലയിച്ചിരുന്നു പോകും. അങ്ങനെയുള്ള രാമൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അയോധ്യക്ക് എന്താണ് ഒരു ഗുണമുള്ളത്? അപ്പോൾ രാമൻ പോകുമ്പോൾ രാമൻ്റെ ഒന്നിച്ച് നമ്മൾക്കും പോകാമെന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പദ്ധതി തയ്യാറാക്കി നിൽക്കുന്നു. അങ്ങനെ ഈ രാമലക്ഷ്മണന്മാർ ദശരഥൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുറത്ത് ജനങ്ങൾ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എഴുതിയിടാൻ മറക്കരുത്. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പരമാവധി സജ്ജനങ്ങളിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. രാമായണത്തിൻ്റെ മഹാത്മ്യം എല്ലാ തലത്തിലേക്കും എത്തിച്ചേരട്ടെ എന്ന്, അതിന് കാരണക്കാരാവാൻ നമ്മൾ ഓരോ ആൾക്കാരും കാരണക്കാരായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം വരുന്നതായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.